ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും എല്ലാം നോക്കിക്കൊണ്ടിരുന്ന ഒരു കുട്ടി വളരെ ചെറിയ പ്രായത്തിലെ സിനിമ പോലൊരു മേഖലയിലേക്ക് വരുന്നു, ഡാൻസ് ചെയ്യുന്നു, കോളേജിൽ പോകുന്നു. ഇവിടുന്ന് എല്ലാം ഒരു പറിച്ചു നടൽ മറ്റൊരു രാജ്യത്തേക്ക് 21 വർഷമായിട്ട് ശ്രീപാദം പോലെ എല്ലാവരും അംഗീകരിച്ചൊരു സ്കൂള് വിജയിപ്പിക്കുക. എന്താണ് അതിന് പിന്നിലെ ഒരു സീക്രട്ട്? അത് നമ്മൾ അതിലേക്ക് എനർജി ചാനൽ ചെയ്തത് തന്നെയാണ്. അവിടെ ചെന്ന ആദ്യത്തെ 3-4 വർഷം ഒരു ഭയങ്കര അമ്പരപ്പ് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ കൾച്ചറൽ ഷോക്ക്. ഇവിടെ നമ്മളെ പഠിപ്പിച്ചേക്കണ രീതിയിലൊക്കെ അവിടെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു അന്താളിപ്പാണ്. കാരണം ഇവിടെ ഡിസിപ്ലിനറി ഒരു ഫിഗറാണ്, ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു ഫിഗറാണ് ടീച്ചേഴ്സ്. അവിടെ ഫ്രണ്ട്സ് ആണ്, അവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. പിന്നെ അവര് ഒരുപാട് എന്താ പറയാ പേഴ്സണൽ ആയിട്ട് ഇങ്ങനെ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള കമന്റ്സ് പറയില്ല. ഇപ്പോൾ ദാറ്റ് ഇസ് നോട്ട് കറക്ഷൻസേ പറയുള്ളൂ. അതായത് ഡോണ്ട് ഇപ്പോൾ മടി പിടിച്ചോ അങ്ങനെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഡാൻസിന്റെ കാര്യത്തിലാണ് ഞാൻ പറയണേ. ഇപ്പോൾ ദാറ്റ് ഇസ് വെരി ലേസി എന്നോ അങ്ങനത്തെ വാക്കുകൾ, അങ്ങനത്തെ ഒരു കമന്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗിക്കില്ല. അവിടെ യൂസ്ഡ് അല്ല കുട്ടികൾ. അവർക്ക് അതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്യും. ഇത് മനസ്സിലാക്കി വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇപ്പൊ എന്റെ പിള്ളേരുടെ പേരൻസ് ഒക്കെ ചോദിക്കണത് എന്തെങ്കിലും ഒന്ന് പറയുമോ. കാരണം വളരെ മൈൽഡായിട്ടാണ് പഠിപ്പിക്കാറ്. അപ്പൊ അതേപോലെയാണോ മീനാക്ഷിയോടും? അതായത് മൂത്താളും ഡാൻസ് പഠിക്കുന്നത് ഗുരു ദിവ്യയോട് ചോദിക്കില്ലെങ്കിൽ ഇല്ല, ഞാൻ ഇപ്പം മീനുവിനോട് ചോദിക്കില്ല, പറഞ്ഞോളൂ. അതോ അമ്മയും ടീച്ചറോട് ഒരുമിച്ച് ചേരുമോ? അപ്പൊ അത് എന്നോട് പറയണത് എനിക്ക് മീനാക്ഷിയുടെ അടുത്ത് ക്ഷമയില്ല എന്നാണ് മീന പറയണത്. പക്ഷെ ഞാൻ പറയും അങ്ങനെയൊന്നും അല്ല. കാരണം പുള്ളിക്കാരിയുടെ അടുത്ത് ഗിൽറ്റ് കുറച്ച് വർക്ക് ചെയ്യും. ചെയ്യണ്ട, എല്ലാരും പഠിപ്പിക്കുമ്പോ അവരൊക്കെ നന്നായിട്ട് ചെയ്യുമ്പോ എന്റെ കൊച്ചു മാത്രം ചെയ്യണ്ട, ഡോണ്ട് ടേക്ക് പാർട്ട്, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമോഷണലി അവളെ മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ ഒരാളുടെ മകളാണ് ദിവ്യ. അമ്മയുടെ ആ ഒരു ഡിസിപ്ലിൻ എല്ലാവർക്കും അറിയാം, അമ്മ നല്ല സ്ട്രിക്റ്റ് ടീച്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡിസിപ്ലിനൊക്കെ ദിവ്യ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് പകർത്തിയത്? അത് അമ്മ ഒരു എന്താ പറയാ അമ്മയുടെ ലൈഫ് സ്റ്റൈൽ കണ്ട് തന്നെയാണ്. കാരണം എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും കുടുംബത്തിന്റെയും സ്കൂളിന്റെയും ജോലികൾ ഈക്വലി ബാലൻസ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ രാവിലെ തൊട്ടുള്ള അടുക്കളയിലെ റെസ്പോൺസിബിലിറ്റീസ്, ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ അതൊന്നും ഞാൻ പകർത്തിയിട്ടില്ല. ഞാൻ വിചാരിച്ചു അതിങ്ങനെ പറഞ്ഞു തന്നപ്പോ അതാണ് പറയാൻ വന്നത്. ഞാനും അങ്ങനെ തന്നെ. ഇല്ലില്ല, അതൊക്കെ ഞാൻ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി. അവയർനെസ് ഉണ്ട്. പക്ഷെ അത്രയ്ക്കൊന്നും അമ്മ ഇങ്ങനെ 3 നേരവും ഫ്രഷ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കുക. അത് പിന്നെ സ്കൂളിലാണെങ്കിലും ജസ്റ്റ് പഠിപ്പിക്കൽ മാത്രമല്ല, കൾച്ചറലിയും പ്രോഗ്രാംസിന്റെ ഒക്കെ എല്ലാം ആനുവൽ ഡേ തൊട്ട് എല്ലാം, രാമായണ വീക്ക്, സാൻസ്ക്രിറ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ട് കുറെ കൾച്ചറൽ കമ്മിറ്റി ഹെഡ് ഒക്കെ ആയിരുന്നു അമ്മ. ഡിസിപ്ലിൻ കമ്മിറ്റി ഹെഡ് ആയിരുന്നു. പിന്നെ എന്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും അതെങ്ങനെയാണ് ആ ടൈം മാനേജ്മെന്റ്, അമ്മയുടെ ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് എത്താൻ പറ്റിയിട്ടില്ല. കൂടാതെ സ്കൂളിലാണെങ്കിലും ഇപ്പോൾ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും അവിടെ ഇരുന്ന് ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്യണം കണ്ടിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഒരു ദൂരെ പാലക്കാടോ അല്ലെങ്കിൽ ഈവൻ കാലിക്കട്ടൊക്കെ ടൈം മാനേജ്മെന്റ് കൊണ്ട് തന്നെ മികച്ച അധ്യാപികയുള്ള ദേശീയ അവാർഡാണ് ലഭിച്ചത്. ഏറ്റവും ആദ്യം ആൻസർ ഷീറ്റ്സ് എല്ലാം കറക്ഷൻ കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലേക്ക് എത്തിക്കണത് അമ്മയായിരിക്കും. ആദ്യം പേപ്പർ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ഓരോ സബ്ജക്ട് ടീച്ചേഴ്സ് നോക്കി കഴിയണ അനുസരിച്ചാണല്ലോ കൊടുക്കുന്നത്. അമ്മയുടെ കുട്ടികളായിരിക്കും ആദ്യം തന്നെ പേപ്പർ തിരിച്ചു കിട്ടുന്നത്. അയ്യോ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു, പിള്ളേർക്ക് ഇത്ര പെട്ടെന്ന് തിരിച്ചു തരുവാണോ കറക്റ്റ് ചെയ്ത്, അങ്ങനെ. ശരിക്കും ഈ ദിവ്യയുടെ ഒരു ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ ടൈം ഷെഡ്യൂൾ, ഇപ്പം എനിക്കൊന്ന് അമ്മ അക്കാര്യത്തിലേക്ക് ഭയങ്കര ഇതായിരുന്നു. തിരിച്ചു വന്ന് ദിവ്യ പരീക്ഷ എഴുതണം. എനിക്കൊന്ന് ഒരു പരീക്ഷ പോലും എഴുതാൻ മറക്കാത്ത സിനിമ നടി നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലും, അല്ലേ?